ദേണ്ട നമ്മുടെ കൊല്ലത്ത് കേരളത്തിൽ തന്നെ പോട്ടിക്കറിക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കടയിലാണ് നമ്മളുള്ളത്. വേറെങ്ങുമല്ല, ഷാനവാസിക്കയുടെ കുഞ്ഞൻ കടയിലാണ് കേട്ടോ. വൈകുന്നേരം ഒരു 5:30 കഴിയുമ്പോൾ ഷാനവാസിക്ക ഇതേപോലെ സ്കൂട്ടറിൽ അവിടെ എത്തും. അപ്പോൾ ഷാനവാസിക്കയെ ഇതേപോലെ ഷാജിക്ക പൊക്കിയെടുത്ത് പയ്യനതോ അവിടെ ഒരു കസേര റെഡിയാക്കിയിട്ടുണ്ട്. അവിടാണ് മെയിൻ ഏരിയ കേട്ടോ. അവിടെ അങ്ങ് കൊണ്ടുവന്ന് ഇരുത്തും. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇക്കാക്ക് വേണ്ടുന്ന സാധനങ്ങൾ മൊത്തം അവിടെ ഷാജിക്ക അരിഞ്ഞ് സെറ്റപ്പ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങൾ എടുത്ത് അങ്ങോട്ട് ചുടുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് മാവൊക്കെ കോരി കുട്ടപ്പനാക്കി വെച്ച് ഫ്രണ്ട് ഇരിക്കുന്ന കല്ലിലോട്ട് ചൂടോട് ഒഴിക്കും. ഇനിയാണ് രസം. ഈ ഓംപ്ലേറ്റ് അടിക്കുന്നത് തന്നെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇനി അടുത്ത രസം ഇതാണ് കാണാൻ പോണത്. അതും പൊറോട്ടയുടെ മാവ് അവിടെ നിന്ന് അടിച്ച് പരത്തി സാധനം പറന്നാണ് ഇവിടെ വരുന്നത്. ആ പറന്ന് വരുന്ന ഐറ്റത്തിനെ ഇവിടെ ഷാനവാസിക്ക ഇവിടെ ചുട്ട് തിരിച്ചങ്ങ് കൊടുക്കും. ആ പറന്ന് വരുന്ന കാണാൻ അത് കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ പൊറോട്ടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ അടിച്ച് പരത്തുന്ന ഐറ്റം നല്ല സോഫ്റ്റുമാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇവിടെ. അതേ കണക്ക് തന്നെ ഷാജിക്കയുടെ മോൻ, അതും ക്ലാസ് ഒന്നും ഇല്ല, അവന് ട്യൂഷനൊന്നും പോകണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരെ സഹായിക്കാനായിട്ട് ഇവിടെ ഈ കടയിൽ കാണും. ഇവരെ സഹായിക്കാനായിട്ട് ഇവൻ മാത്രമല്ല, ഈ നാട്ടുകാർ മുഴുവൻ കാണും. അവിടെ വരുന്നവർ, അതും സ്ഥിരമായിട്ട് വരുന്നവർ, അവർ തന്നെയാണ് പൊതിഞ്ഞെടുക്കുന്നതും. അതേപോലെ കഴിക്കാനുള്ളവരായാലും നേരെ ചെന്ന് അവിടെ നിന്ന് എല്ലാം എടുത്ത് കറിയും കൂട്ടി അവർ പോയി അവിടെ ഇരുന്ന് അങ്ങ് കഴിക്കും. പൈസ കൊടുക്കാൻ സമയമാകുമ്പോൾ അവരിങ്ങോട്ട് വരും, ഇന്ന സാധനങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞിട്ടങ്ങ് പോകത്തുള്ളൂ. അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതലും കണ്ടത്. ഷാനവാസിക്കയെ സംബന്ധിച്ചോളം നമ്മളെ കൂടെ നല്ല ചിരിച്ചും കളിച്ച് അവിടെ നിന്ന് കേട്ടോ. അതുമാത്രമല്ല, പുള്ളിയുടെ കാലിൻ്റെ പോരായ്മയൊന്നും അവിടെ ഒരു പ്രശ്നമേ അല്ല. അടിപൊളിയായിട്ട് അവിടെ നിന്ന് സെറ്റാക്കും. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ആൾ കയറും. ഇവിടുത്തെ മെയിൻ ഐറ്റമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ സ്പെഷ്യൽ പോട്ടിക്കറി. നമ്മൾ ഓർഡർ ചെയ്യുന്ന അനുസരിച്ച് സാധനം ആവശ്യമുള്ള എടുക്കുന്നു. അവിടെ ഒരു കല്ലുണ്ട്, അവിടെ വെച്ച് നല്ല സുന്ദരമായിട്ട് ഇവനെ അങ്ങ് ചൂടാക്കും. ഇതാണ് അവിടുത്തെ ഹൈലൈറ്റ് ഐറ്റം. ഇതിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നതും. ഇനി അടുത്തത് ഷാനവാസിക്കയുടെ സ്പെഷ്യൽ മസാലയിലുള്ള ഈ ചിക്കൻ ഫ്രൈ ഉണ്ട്. അതും കുനുകുന അരിഞ്ഞ് ഒരു 65-ന്റെ ലെവലിലാണ് അത് അരിഞ്ഞ് വെച്ചേക്കണം. ഇതൊന്നും വേണ്ടാത്തവർക്കുണ്ടെങ്കിൽ നല്ല ചൂട് തട്ടുദോശ, അതിൻ്റെ കൂടെ ഈ സാമ്പാറും ഉണ്ട്, നല്ല കുറുവിയ ചമ്മന്തി ഉണ്ട്, അതും ഒഴിച്ച് വേണമെന്നുണ്ടെങ്കിലും അത് കഴിക്കാം. എന്തായാലും ഇവരുടെ ഫേമസ് ഐറ്റമാണ് ഈ പോട്ടിക്കറി. പോട്ടിക്കറി വെക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. സത്യത്തിൽ പോട്ടിക്കറി ഇഷ്ടമല്ലാത്ത ഞാൻ അവിടെ ചെന്ന് പോട്ടിക്കറി ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കേട്ടോ. അതും അലുവ പരുവത്തിന് ഇവരുടെ ആ പൊറോട്ട, ശരിക്കും പറഞ്ഞാൽ മൈദ പൊറോട്ടയാണോ ഗോതമ്പ് പൊറോട്ടയാണോ എന്ന് നമുക്ക് തെറ്റിദ്ധരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പൊറോട്ടയ്ക്ക് കേട്ടോ. അതും കൂട്ടി കഴിക്കാൻ അലുവ ഇറങ്ങി പോകുന്ന പോലെ സാധനം അങ്ങ് ഇറങ്ങി പോവേ. പിന്നെ ചിക്കൻ ഫ്രൈ എടുത്ത് പറയുകയാണെങ്കിൽ ചെറിയ പീസായതുകൊണ്ട് നല്ല വൃത്തിയാവണ്ണം മസാലയും ഉപ്പൊക്കെ നല്ലപോലെ പിടിച്ചു കിടപ്പുണ്ട്. അതെല്ലാം കൂട്ടി ഇങ്ങനെ കഴിക്കാം. വൈകുന്നേരം ഷാനവാസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചിരിയും കളിയൊക്കെയാണ്. പിന്നെ എൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നേ. പണ്ട് ഏതോ കൂട്ടുകാരൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഫോൺ എടുത്ത് വെള്ളത്തീറിയെന്ന് പറഞ്ഞ വ്യക്തിയാണ് എൻ്റെ മുമ്പിൽ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദൂരെ നിന്ന് വന്നത് പറഞ്ഞ് ആ ഒരു സ്നേഹം പുള്ളി പ്രത്യേകം നമുക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇവിടുന്ന് കഴിക്കാൻ വന്ന ഒരാളെന്ന രീതിയിലേ അല്ല അവരുടെ പെരുമാറ്റം. ഒരു മോനെ പോലെയാണ് ട്രീറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ അടൂരിനും ശാസ്താംകോട്ടയ്ക്ക് ഇടയ്ക്കുള്ള ഭരണിക്കാവിൽ നിന്ന് നമ്മുടെ പതാരം പോകുന്ന റൂട്ടിലോട്ട് കയറുമ്പോൾ തന്നെ വലത്തെ സൈഡിൽ തറവാട് ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടിപ്പുറത്ത് ഹായ് തട്ടുകട കാണാം. എന്തായാലും അടിപൊളി ഫുഡായിരുന്നു.